നമസ്കാരം, ഞാൻ ഷോണിമ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ആദ്യം ബഹ്റൈനിൽ നിന്നുള്ള വാർത്തകളിലേക്ക്. ബഹ്റൈനിലെ അപകട സാധ്യത കൂടിയ കെട്ടിടങ്ങൾ പരിശോധനയ്ക്കും അറ്റകുറ്റപ്പണികൾക്കും സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെ നിയമിക്കാനുള്ള നിർദ്ദേശത്തിന് പാർലമെന്റിന്റെ അംഗീകാരം. പഴക്കം ചെന്ന കെട്ടിടങ്ങളും വീടുകളും തകർന്നു വീഴുമെന്ന ആശങ്ക വർദ്ധിച്ച സാഹചര്യത്തിലാണ് പുതിയ നിർദ്ദേശവുമായി MP-മാർ രംഗത്തെത്തിയത്. അവഗണിക്കപ്പെടുന്ന പഴയ കെട്ടിടങ്ങൾ താമസക്കാർക്കും സമീപത്തെ റോഡിലൂടെ സഞ്ചരിക്കുന്നവർക്കും അപകടം വരുത്തിവെക്കുമെന്നും MP-മാർ പറഞ്ഞു. അപകടമുണ്ടാകാൻ സാധ്യതയുള്ള കെട്ടിടങ്ങൾ കണ്ടെത്തി ഉടമസ്ഥർക്ക് അവബോധം നൽകുക എന്നതാണ് പുതിയ നിർദ്ദേശത്തിന്റെ ലക്ഷ്യം. മലയാളത്തിന്റെ 80കൾ ആഘോഷമാക്കി ബഹ്റൈൻ കേരളീയ സമാജം ഒരുക്കുന്ന 80ഓളം എന്ന രുചിമേള നാളെ ഫെബ്രുവരി 21 വെള്ളിയാഴ്ച സമാജം DJ ഹാളിൽ അരങ്ങേറും. 80കൾ എന്ന തീം മുഖ്യ ആകർഷണമാക്കിക്കൊണ്ടുള്ള പരിപാടിയിൽ ഗൃഹാതുരത്വമുണർത്തുന്ന 80കളുടെ വസ്ത്രരീതിയും സ്റ്റാളുകളും പാട്ടുകളും ഫ്ലാഷ് മോബും ബഹ്റൈനിലെ മലയാളി പ്രവാസ സമൂഹത്തിന് ഒരു പുത്തൻ അനുഭവം സമ്മാനിക്കാനുള്ള ഒരുക്കത്തിലാണ് സമാജമെന്ന് സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ എന്നിവർ അറിയിച്ചു. ബഹ്റൈനിലെ മലയാളി പൊതുസമൂഹത്തെ മുഴുവൻ ഈ പരിപാടി ആസ്വദിക്കാൻ 80കളിലെ വേഷത്തിൽ തന്നെ സമാജത്തിലേക്ക് ക്ഷണിക്കുന്നതായും സംഘാടകർ അറിയിച്ചു. ഫൺ ഗെയിം, സർപ്രൈസ് ഗിഫ്റ്റുകൾ, 80കളിലെ വസ്ത്രത്തിൽ വരുന്നവർക്ക് സമ്മാനങ്ങൾ എന്നിങ്ങനെ ഒരുപാട് ആകർഷണങ്ങൾ പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണി മുതൽ 11 മണി വരെയാണ് രുചിമേള നടക്കുക. കഴിഞ്ഞ 2 ആഴ്ചയോളമായി കേരളോത്സവത്തിന്റെ വിവിധ ഹൌസുകൾ പരിപാടി വർണ്ണാഭമാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. ഗൾഫിലെ മലയാളി പ്രവാസി സമൂഹത്തിൽ ഇത്തരത്തിൽ നടക്കുന്ന ആദ്യ പരിപാടി എന്ന നിലയ്ക്ക് വൻപിച്ച ജനപങ്കാളിത്തവും സംഘാടകർ പരിപാടിയിൽ പ്രതീക്ഷിക്കുന്നു. നീണ്ട 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രവാസിയെ നാട്ടിലെത്തിക്കാൻ സഹായിച്ച് പ്രവാസി വെൽഫെയറിന്റെ സേവന വിഭാഗമായ ടീം വെൽകെയർ 2017 തുടങ്ങിയ വ്യാപാര സ്ഥാപനം നഷ്ടത്തിലാവുകയും കടം നൽകിയവർക്ക് പണം തിരിച്ചു നൽകാൻ പ്രയാസമാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് പ്രവാസിയുടെ നാട്ടിലേക്കുള്ള മടക്കയാത്ര അനിശ്ചിതമായി നീണ്ടത്. നാട്ടിൽ നിന്നുള്ള അന്വേഷണത്തെ തുടർന്ന് വെൽകെയർ പ്രവർത്തകർ അദ്ദേഹത്തെ കണ്ടെത്തുകയും നാട്ടിലേക്ക് പോകുന്നതിനുള്ള ടിക്കറ്റും ഗൾഫ് കിറ്റും ഉദാരമതികളുടെ സഹായത്തോടെ നൽകുകയുമായിരുന്നു. കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിയ പ്രവാസിയെ കണ്ടെത്തുന്നതിനും മടക്കയാത്രയ്ക്ക് സഹായിക്കുന്നതിനും നേതൃത്വം നൽകിയ ബഷീർ വെക്കിലശ്ശേരി, മൊയ്തു തിരുവള്ളൂർ, ഹാഷിം തുടങ്ങിയ ടീം വെൽകെയർ അംഗങ്ങൾക്കും യാത്രാ ടിക്കറ്റും ഗൾഫ് കിറ്റും നൽകി സഹായിച്ച ഉദാരമതികൾക്കും പ്രവാസി വെൽഫെയറിന്റെയും ടീം വെൽകെയറിന്റെയും നന്ദിയും കടപ്പാടും അറിയിക്കുന്നതായി വെൽകെയർ കൺവീനർ മുഹമ്മദ് അലി മലപ്പുറം പറഞ്ഞു. BMC ന്യൂസിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ബഹ്റൈൻ കായിക ദിനത്തോടനുബന്ധിച്ച് നാളെ ഫെബ്രുവരി 21 വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് ബഹ്റൈൻ മറീന ഡോൾഫിൻ പാർക്കിൽ വെച്ച് SNCS വാക്കത്തോൺ സംഘടിപ്പിക്കുന്നു. ബഹ്റൈൻ സാമൂഹ്യ വികസന മന്ത്രാലയം പ്രതിനിധി ആമിന അൽ ജാസിം പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് 200-ലേറെ പേർ പങ്കെടുക്കുന്ന 5 കിലോമീറ്റർ നടത്തം ഉൾപ്പെടെയുള്ളവ ഉണ്ടായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി 39605002 എന്നീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണെന്നും ഭാരവാഹികൾ അറിയിച്ചു. യുണൈറ്റഡ് നഴ്സസ് ഓഫ് ഇന്ത്യ ബഹ്റൈനിലെ നാഷണൽ ആക്ഷൻ ചാപ്റ്റർ ഇവന്റിൽ പങ്കെടുത്തു. MP മുഹമ്മദ് ഹുസൈൻ ജനാഹിയുടെ രക്ഷാകർതൃത്വത്തിൽ ക്യാപിറ്റൽ ഗവർണറേറ്റുമായി സഹകരിച്ചാണ് ഫെബ്രുവരി 14-15 തീയതികളിൽ ഈ പരിപാടി നടന്നത്. ബഹ്റൈനിലെ ഉൽപാദന കുടുംബങ്ങൾക്ക് സഹായം നൽകുന്നതിനുള്ള വലിയ വേദിയായി മാറിയ പരിപാടിയുടെ ഭാഗമായി 15 സാംസ്കാരിക പരിപാടികളും വിവിധ ഇനം സ്റ്റാളുകളും ഉണ്ടായിരുന്നു. UNIB-യും വിജയകരമായി സ്റ്റാൾ സംഘടിപ്പിച്ചിരുന്നു. പ്രസിഡന്റ്
ലിത്ത മറിയം, ജനറൽ സെക്രട്ടറി അനു, പ്രോഗ്രാം കോർഡിനേറ്റർമാരായ അപർണ, ഷെറിൻ, ജെയ്സി, വിൻചു, സുചിത്ര, സുതാര, ലവ്ലി, ഷേർലി, ആരോമൽ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. പ്രോഗ്രാമിന്റെ പ്രധാന സ്പോൺസറായി പ്രിൻമാക്സ് അൽമാനിയയോടും സംഘാടകരോടും UNIB നന്ദി അറിയിക്കുന്നുവെന്നും സാമൂഹ്യക്ഷേമത്തിനായി തുടർന്നും പ്രവർത്തിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കൊയിലാണ്ടിക്കൂട്ടം ബഹറിൻ ചാപ്റ്റർ 14-ാം വാർഷികം വിപുലമായി ആഘോഷിക്കുന്നു. നാളെ ഫെബ്രുവരി 21 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണി മുതൽ സെഗയ BMC ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ വിവിധ തരത്തിലുള്ള നാട്യ, നടന, മുട്ടിപ്പാട്ട് അടക്കമുള്ള സംഗീത പരിപാടികൾ അരങ്ങേറും. പ്രവേശനം സൗജന്യമായിരിക്കും. ഏവരെയും ക്ഷണിക്കുന്നതായും ഭാരവാഹികൾ അറിയിച്ചു. BMC ന്യൂസിൽ വീണ്ടും ഒരു ഇടവേള. കാണാമിനി ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. ഇന്ത്യയുടെ തലസ്ഥാനത്ത് വീണ്ടും വനിതാ മുഖ്യമന്ത്രി. രേഖ ഗുപ്ത ദില്ലി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറി. മുഖ്യമന്ത്രിക്കൊപ്പം പർവേഷ് വർമ്മ, ആശിഷ് സൂദ്, മഞ്ജീന്ദർ സിംഗ്, രവീന്ദ്ര ഇന്ദാറ്റ് സിംഗ്, കപിൽ മിശ്ര, പങ്കജ് കുമാർ സിംഗ് എന്നിവരും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. ദില്ലിയുടെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് ഷാലിമാർ ബാഗ് മണ്ഡലം പിടിച്ചെടുത്ത് രാജ്യതലസ്ഥാനം ഭരിക്കാനൊരുങ്ങുന്ന രേഖ ശർമ്മ. ദില്ലി രാംലീല മൈതാനിയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത് ഷാ, രാജ്നാഥ് സിംഗ്, JP നദ്ദ അടക്കം കേന്ദ്രമന്ത്രിമാരും വിവിധ NDA മുഖ്യമന്ത്രിമാരും സന്നിഹിതരായിരുന്നു. വേദിയിൽ വിവിധ മത ആചാര്യന്മാർക്കും പൌരപ്രമുഖർക്കും പ്രത്യേക ഇടമും ഒരുക്കിയിരുന്നു. അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പർവേഷ് വർമ്മയെ പോലും മാറ്റി നിർത്തിയാണ് രേഖ ഗുപ്തയെ ദില്ലിയുടെ മുഖ്യമന്ത്രിയായി BJP തിരഞ്ഞെടുത്തത്. BJP മഹിളാ മോർച്ച ദേശീയ ഉപാധ്യക്ഷയും BJP ദേശീയ നിർവാഹക സമിതി അംഗവുമാണ് രേഖ ഗുപ്ത. ബ്രൂവറി ആരംഭിക്കാനുള്ള മന്ത്രിസഭാ തീരുമാനത്തെ ശക്തിയായി എതിർക്കുന്നുവെന്നും ഒരു കാരണവശാലും ആരംഭിക്കാൻ സമ്മതിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സാധാരണ AKG സെന്ററിൽ വിളിച്ചുവരുത്തിയാണ് CPIയെ അപമാനിക്കുന്നതെന്നും ഇത്തവണ MN സ്മാരകത്തിൽ പോയി മുഖ്യമന്ത്രി അവരെ അപമാനിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബ്രൂവറിക്ക് കോള കമ്പനിയേക്കാൾ വെള്ളം ആവശ്യമാണെന്നും മലമ്പുഴയിൽ ആവശ്യത്തിന് വെള്ളമില്ലെന്നും VD സതീശൻ വ്യക്തമാക്കി. എത്ര വെള്ളം ആവശ്യമാണെന്ന് ഒയാസിസ് പറഞ്ഞിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.